Hello guys and welcome to Ariascope Finds. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഒരു വലിയ തൊല്ല പരിപാടിക്ക് പോവാണ്. വേറെ ഒന്നുമല്ല, മാരേജ് സർട്ടിഫിക്കറ്റ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു വീഡിയോ കണ്ടായിരുന്നു യൂട്യൂബിൽ. മാരേജ് സർട്ടിഫിക്കറ്റ് ഭയങ്കര എളുപ്പമാണ്, അടിപൊളിയാണ്, പെട്ടെന്ന് തന്നെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ആയിരിക്കാം. പക്ഷെ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഭയങ്കര തൊല്ലയായിപ്പോയി. കല്യാണം കഴിക്കുന്നതിനെക്കാട്ടിലും വലിയ റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ മാരേജ് സർട്ടിഫിക്കറ്റ്. ഇപ്പൊ സത്യം പറയാൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടൊരു 1 month എന്തായാലും കഴിഞ്ഞു. January 13. ഇന്ന് ടുഡേസ് ഡേറ്റ് ഈസ് ആക്ച്വലി February 17. February 17 ആണ്. ഇതുവരെ തൊല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കഥയാ. ആക്ച്വലി ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു 10 daysന്റെ ഉള്ളിൽ, 10 അല്ലൊരു 5 daysനുള്ളിൽ തന്നെ ഞങ്ങൾ അക്ഷയയിൽ പോയി. അതായത് തിരുവല്ല ചെന്നിട്ട് ഞങ്ങൾ അക്ഷയയിൽ പോയി. അപ്പൊ അവര് പറഞ്ഞു ഇത് ഫസ്റ്റ് ടൈമാണ് അവര് ചെയ്യുന്നത്. കെ സ്മാർട്ട് ആപ്പിന്റെ കാര്യം ഞാൻ പറയുന്നത്, കാരണം ഇപ്പൊ മാരേജ് രജിസ്ട്രേഷൻ പണ്ടത്തെ പോലെയല്ല. കെ സ്മാർട്ട് ആപ്പ് വഴിയാണ്, ഭയങ്കര ഈസിയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ആക്ച്വലി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു വേറെ ആർക്കും കെ സ്മാർട്ട് വഴി കിട്ടിയിട്ടുണ്ടായിരിക്കുന്നില്ല. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അല്ല, കുറച്ചു പേർക്കൊക്കെ കെ സ്മാർട്ട് വഴി ഓക്കെ ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു തലവര കാരണമായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എനിവേ, അപ്പൊ നമ്മൾ അക്ഷയയിൽ പോയി എല്ലാം സെറ്റ് ആക്കിയതായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു അപ്ലൈ ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്താൽ മതി എന്ന്. പക്ഷെ അതിൽ ആക്ച്വലി ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതിന്റെ ഒരു വെരിഫിക്കേഷന് ഇൻ പേഴ്സൺ നമുക്ക് മാനുവലായിട്ട് പോയി വെരിഫിക്കേഷൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് തിങ് വീഡിയോ കോൾ വഴി എന്നുള്ളത്. അപ്പൊ ഇത് അപ്ലൈഡ് എന്ന് കാണിക്കുന്നു, പക്ഷെ സാധനം നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് ക്യാൻസൽ ചെയ്തു അവസാനം. കാരണം അവർ ചെയ്ത തെറ്റിപ്പോയി. അവർ ചെയ്തത് ഇൻ പേഴ്സൺ ആയിട്ട് പോകാനാണ്. പക്ഷെ ഇൻ പേഴ്സൺ ആയിട്ട് പോകാനായിട്ട് മോനും ഉടനെ തന്നെ തിരിച്ച് UK പോയല്ലോ. അപ്പൊ നമുക്ക് ഇൻ പേഴ്സൺ ആയിട്ട് നമുക്ക് രണ്ടും പോകാൻ പറ്റത്തില്ല നേരിട്ട്. അങ്ങനെ സീനായി. പിന്നെ നമ്മളത് പിന്നെ ഒന്നും കൂടെ ക്യാൻസൽ ചെയ്തു. പിന്നെ മോനും അവിടെ ഇരുന്നും കൊണ്ട് ഒന്നും കൂടെ അപ്ലൈ ചെയ്തു. ഭയങ്കരമായിട്ട് കുറെ കഷ്ടപ്പെട്ട് പാവം അപ്ലൈ ചെയ്ത് അവസാനം ഇപ്പൊ ആക്ച്വലി നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്ത് ഏതാണ്ട് ലാസ്റ്റ് സ്റ്റെപ്പിലൊക്കെ നിൽക്കുക. പക്ഷെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോഴും അപ്ലൈഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഞാനും അച്ഛനും അമ്മയും കൂടെ ഒന്ന് പുറത്തോട്ട് പോവാണ്. അപ്പൊ ആദ്യം മെയിൻ തിങ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ ഓഫീസിൽ പോകണം, പോയി ഇത് സംസാരിക്കണം, ഇനി എന്താന്നുള്ള ചോദിക്കണം. ഞങ്ങൾക്കാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഇത്ര അത്യാവശ്യമായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുക. അപ്പം മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങളിപ്പോ കോർപ്പറേഷൻ ഓഫീസിൽ പോവാണ്. അപ്പോ പിന്നെയും കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതൊക്കെയാണ്. ഞാൻ റെഡിയായി. എനിക്ക് സിന്ദൂരിടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി സിന്ദൂരം പണ്ട് തിരുവാതിരക്കൊക്കെ ഞാൻ സ്ഥിരം ഇടുമായിരുന്നു സിന്ദൂരം. ഞാനിട്ട് അങ്ങോട്ട് പറയും, തിരുവാതിര കല്യാണം കഴിഞ്ഞാൽ കളിക്കുന്നതാണ് സിന്ദൂരം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ സിന്ദൂരമൊക്കെ ഇട്ടു, ഫേസ് ഒക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ടൊക്കെ നിൽക്കുവാണ്. അമ്മയും അച്ഛനും ഇപ്പൊ റെഡിയാവും. ഞങ്ങൾ റാപ്പിഡോ വിളിച്ചിട്ടായിരിക്കും പോവാ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പൊ നമുക്ക് പതുക്കെ അങ്ങോട്ട് ചലിക്കാം. ലേറ്റായി, പക്ഷെ ഞാൻ മാത്രം റെഡി ആയുള്ളൂ. നോക്കട്ടെ, അവർ റെഡിയായെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇറങ്ങും. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് റീൽസോ വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നൈസായിട്ട് ഇറങ്ങും ഗൈസ്. ആയോ റെഡി? വയറ് കുലുങ്ങുന്നുണ്ട്. ഒന്നോട് ശരിക്കും അമ്മ റെഡി ആയിട്ടില്ല ഗൈസ്. അമ്മ ഇങ്ങനെ തേയ് തകതേ ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് ലിപ്സ്റ്റിക് എടുക്കാൻ ഓടുക. നമ്മള് പോണേ കോർപ്പറേഷനിലോ? എന്തിന്? മാരേജ് സർട്ടിഫിക്കറ്റിന് കെ സ്മാർട്ട് ആപ്പിനെ കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? പക്ഷെ അത് ഒത്തിരി പേർക്ക് റെഡിയായി എല്ലാം ആയി. നമുക്കാന്ന് തോന്നി ഇങ്ങനെ ഒരു ഇത് വന്നത്. അത് നമ്മുടെ കുറ്റമല്ല. അതെങ്ങനെ? അതിന് ഫോം നമ്മളല്ലല്ലോ ഫില്ല് ചെയ്തത് ഗൈസ്. അച്ഛൻ നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. ഞാനും മോനും മമ്മിയും കൂടെയാ പോയത്. അവര് ചോദിച്ചിട്ട് നമ്മൾ ഉത്തരം പറഞ്ഞോളൂ. അവരാണ് ഫില്ല് ചെയ്തത്. പിന്നെ അവരുടെ സിസ്റ്റത്തിൽ എനിക്ക് കയറി പണിയാൻ പറ്റുമോ? ഈ മനുഷ്യൻ എന്ത് ചോദിക്കണ്ടായിരുന്നു? അമ്മ ഒന്ന് ഇറങ്ങുവോ? ഓടി. അപ്പൊ നമ്മൾ ഇറങ്ങുവാണ്.
സൈഡിലുള്ള ബിൽഡിങ്ങിൻ്റെ 3ാമത്തെ നിലയിലാണ് പോകേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിൽപ്പുണ്ട്. അച്ഛൻ ഓട്ടോ വിട്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മി, നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്ന് സെറ്റ് ആവും അമ്മ? ആ ഉവ്വ. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഇതൊരു ഉറക്കം എണീച്ചിട്ടില്ല. UK ടൈം ആവുന്നേ ഉള്ളൂ. എന്തായാലും നോക്കാം. ഒന്നും നടന്നില്ല. നമ്മളിവിടെ വെറുതെ കുറച്ച് സമയം കളയുന്നല്ല, അതൊന്നും നടന്നില്ല. അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അമ്മയുണ്ട് ഇവിടെ. നമ്മൾ ആക്ച്വലി ഇപ്പോൾ സാബല്യത്തിൽ നിൽക്കും. സാബല്യം കോംപ്ലക്സിലെ കഫേയിൽ വന്നിട്ട് എന്തൊക്കെയാണ് പ്രശ്നം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും ഒരു തേങ്ങയും നടന്നില്ല കേസ്. അപ്പോൾ അതാണ് സംഭവം. അപ്പം ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഇവിടെ സമയം ഏതാണ്ട് വൈകുന്നേരമായി, നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും ഇനി എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോയിട്ട് പർച്ചേസിങ് തുടങ്ങാം. അപ്പോൾ എൻ്റെ മദറിൻലോ എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ട് ഒരു മൂക്കുത്തി നോക്കാൻ പോവാണ്. മമ്മിയുടെ ബർത്ത്ഡേ ആണ് 17th, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ എന്ത് മേടിക്കാനാണ് വന്ന മമ്മി? മൂക്കുത്തി. ആർക്ക്? ഇതാണ് യൂട്യൂബ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൂക്കുത്തി മേടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മൂക്കുത്തി മേടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ രാമചന്ദ്രയിലോട്ട് പോവാണ്. വട്ടക്കുളങ്ങര രാമചന്ദ്ര. അവിടുന്ന് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ മസ്കറ്റ് ഹോട്ടലിൽ പോകും. മസ്കറ്റ് ഹോട്ടലിൽ എന്താണ് വെച്ചാണുള്ളത്? ഫുഡ് കഴിക്കണം. മസ്കറ്റ് ഹോട്ടലിൽ എന്തോ ഒരു സെയിൽ അടക്കമാണ്, ഒരു 80% സെയിൽ, റിഡക്ഷൻ സെയിൽ അടക്കമാണ്. അപ്പോൾ ഒന്നും മേടിക്കാനൊന്നുമില്ല, പിന്നെ സെയിൽ ആയതുകൊണ്ട് ഒന്ന് പോയി വായി നോക്കാൻ അങ്ങനെ പോവാണ്. അപ്പം ആദ്യം നമുക്ക് രാമചന്ദ്രയിലോട്ട് പോകാം. അവിടെ എനിക്ക് രണ്ട് 3 ഫോട്ടോ ഫ്രെയിം ഒക്കെ ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. വെള്ളം നടക്കും ഇത്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ചു. രാമചന്ദ്രൻ ഇറങ്ങുവാണ്, നല്ല ലേറ്റായി. ഇനി വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇനിയിപ്പോൾ സമയമില്ല. ഇനിയിപ്പോൾ വേറൊരു ദിവസം വരാൻ വിചാരിക്കും. ഗൈസ്, എൻ്റെ ഫോണിൽ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് രാമചന്ദ്രനിൽ നിന്നും വീട്ടിലേക്ക് പോകാൻ ഓട്ടോ വിളിക്കാൻ പോയ ഒരാളാണ് റോഡിൻ്റെ നടുക്ക് കയറി നിൽക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി റോഡിന്റെ നടുക്ക് നിന്നാൽ റേഞ്ച് കിട്ടുമെന്നാണോ? അത് ഡിവൈഡറിന്റെ മണ്ട കയറി നിൽക്കുക. എന്താ ഉദ്ദേശം എന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഗൈസ്, ഇതിൽ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 30 വയസ്സ് അല്ലേ അമ്മ? അല്ലേ മമ്മി? ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്തി. ഇത് സാധനങ്ങൾ കൊണ്ടുവച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ വീടെത്തിയപ്പോൾ നമ്മളെ കാത്ത് ഒരു ഗിഫ്റ്റ്, ഒരു സർപ്രൈസ് ഉണ്ട്. വാലന്റൈൻസ് ഡേ സർപ്രൈസ് ആണ്, പക്ഷെ ഡെലിവറി വൈകിപ്പോയി. അപ്പോൾ ഇന്ന് ഡേറ്റ് 17-ാം തീയതിയാണ് വന്നത്. മലബാർ ഗോൾഡാണ് ഗൈസ്. നോക്കാം. എൻ്റെ ഭർത്താവ് അയച്ചു തന്ന വാലന്റൈൻസ് ഡേ ഗിഫ്റ്റാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ഓക്കെ, ഇത് ചോക്ലേറ്റ് ആണ് തോന്നുന്നു. ഓക്കെ, ആദ്യം ഇത് ഓപ്പൺ ചെയ്യാം.
പക്ഷേ എനിക്ക് ഓട്ടോയ്ക്ക് കയറാനും വലിയ പറയാൻ മുട്ടിപ്പോൾ അനക്കാൻ ഇതെന്താണ് ഇത് കുറേ ഉണ്ടല്ലോ. ഗൈസ് ഇത് 2 ഉണ്ട്. എന്ത് അയ്യോ എപ്രാളം. കുഞ്ഞി ഒരു സ്റ്റഡാണ്. അയ്യോ ഇത് കാണുന്നില്ലല്ലേ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു കുഞ്ഞി ഒരു മൂക്കുത്തിയാണ്. അടുത്തത് കുറെ ഉണ്ടല്ലോ. അടുത്തത് കുഞ്ഞി, അത് 2ാമത്തെ മൂക്കുത്തി. ഇവനിതെന്തോ അത് അടുത്ത 3ാമത്തത് അല്ല, ഇത് 2 ഡപ്പയാണ്. അപ്പൊ 2 മൂക്കുത്തിയാണ്. അയ്യോ നല്ല ക്യൂട്ടായിട്ടുണ്ട് മൂക്കുത്തി. ഗൈസ് ഞാനിത് മൂക്കിലിട്ട് കാണിച്ചു തരാം. ഇത് മൂക്കുത്തിയാണോ കമ്മലാണോ? ഒരേപോലത്തെ അല്ല, 2 മൂക്കുത്തിയാ. 2 മൂക്കുത്തിയാ. മൂക്കുത്തി കുത്തി കണ്ടില്ല അവിടെയും തിരഞ്ഞു. രണ്ട് മൂക്കുത്തി. ശരി, അടുത്ത സർപ്രൈസ് ഇതേണ്ട ഇതാണ്. അപ്പുറത്ത് എല്ലാ ദിവ്യാന്റിയാണ് ഏറ്റവും മേടിച്ചത്. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അപ്പൊ ഗോൾഡ് വന്നതും ദിവ്യാന്റിയാണ് മേടിച്ചു വെച്ചത്. ഇത് ഭദ്രനങ്ങൾ കൊണ്ട് കൊടുത്താണ്. ഇതെന്താണെന്ന് അറിയത്തില്ല. ആക്ച്വലി പാത്രം നമ്മുടെ പാത്രം തിരിച്ചു കൊണ്ട് കൊടുത്തെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം ഇതിനകത്ത് എന്താ. നല്ല വെയിറ്റ് ഉണ്ട്. കേക്ക് ഗൈസ്, ചോക്ലേറ്റ് കേക്ക്. ഓരോ പീസായിട്ട് വേണ്ടി മുറിച്ച് വെച്ചേക്കുക. ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. എനിക്ക് ആൻറ്റിയുടെ കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചു നോക്കട്ടെ. അവിടെയും തിരഞ്ഞു ഇവിടെയും തിരഞ്ഞു ഇവിടെയും കണ്ടു. അപ്പോൾ ഗൈസ്, ഗീതാഞ്ജലിയുടെ കേക്ക് നല്ല സെറ്റ് കേക്കാണ്, യമ്മിയസ്റ്റ് കേക്കാണ്. സോ നിങ്ങൾക്ക് ഈ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ മോം ആൻഡ് ഡാഡ് ട്രിവാൻഡ്രം ഇൻസ്റ്റാ പേജിൽ കയറി ഓർഡർ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മോം ആൻഡ് ഡാഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. അടിപൊളി. ഹലോ ഗായ്സ്, അപ്പോ ഇതാണ് മൂക്കുത്തി. അടിപൊളി. ഇത് ഒരു മൂക്കുത്തി, ഇനി ഒരു മൂക്കുത്തിയും കൂടെ ഉണ്ട്. അത് ഞാൻ ഫോട്ടോ ഇടാം. സത്യം പറഞ്ഞ ഗേൾസ് കൻ റിലേറ്റ്. മൂക്കുത്തി മാറ്റാന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പണിയാ. അപ്പൊ ഞാൻ ഒരെണ്ണം ഇപ്പൊ ഇട്ടു, അവനെ കാണിച്ചു കൊടുത്തു. അവനും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. മറ്റേ ഞാൻ ഫോട്ടോ ഇടാം. ഓക്കെ, അപ്പൊ എനിവേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂക്കുത്തി. എനിക്ക് മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ്. മൂക്കുത്തി ലോക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. പിന്നെ അതുപോലെ ഗീതാന്റെ കേക്ക് അടിപൊളി, നല്ല രസം, ഭയങ്കര ടേസ്റ്റ്. ഗീതാന്റെ കേക്ക് എല്ലാം ഹോം മെയ്ഡ്, ഭയങ്കര എന്ത് പറയാ, ഭയങ്കര സ്പോഞ്ച് പോലെ ഇരിക്കും കേക്ക്. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാനിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചത്. എനിക്ക് ഓർഗനൈസർ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടവും ഭ്രാന്തമാണ് ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച്, ഇത് ആക്ച്വലി എനിക്ക് തിരുവല്ലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ. അവിടെ ഇപ്പം കുഞ്ഞു സാധനങ്ങളൊക്കെ അലമാരിയിലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ കെ സ്മാർട്ട് ആപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. തൊല്ല ആപ്പ് എന്ന് വെച്ചാൽ തൊല്ല ആപ്പാണ്. പക്ഷേ കണ്ടീഷൻ സപ്ലൈ. അതായത് നിങ്ങൾ പെണ്ണും ചെക്കനൊക്കെ അടുത്തടുത്തുണ്ട്, നിങ്ങൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കെ സ്മാർട്ട് ആപ്പ് നല്ലതാണ് എന്നെല്ലാവരും പറയുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറ്റ് വാസ് ലൈക്ക് സോ ഡിഫിക്കൽട്ട്. ഭയങ്കര പണിപ്പെട്ടു. അക്ഷയക്കാർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പക്ഷെ മോനും അവൻ എന്തൊക്കെയോ ചെയ്താണ് ആക്ച്വലി ഇത് ഇത്രയും കൊണ്ട് എത്തിച്ചത്. ആപ്പിൽ നമ്മുടെ ഡോക്യുമെന്റ്സും അതും ഇതൊക്കെ ചെയ്ത് അവൻ കുറെ കഷ്ടപ്പെട്ട് കൊണ്ട് എത്തിച്ചു. പക്ഷെ അവസാനം ആയപ്പോഴത്തേക്കും
നൈസായിട്ട് പളിപ്പോയി ഗൈസ്. അപ്പൊ ഇതുവരെ കിട്ടിയിട്ടില്ല. സോ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും വ്ളോഗ് ഇടും. കാരണം അതൊരു വലിയൊരു കാര്യമാണ് എനിക്കിപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത്. എനിവേ നമുക്ക് നോക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അതുവരെയും ബൈ.